ഗൈസ്, അപ്പൊ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന കളിയുടെ പേരാണ് കേഴ്സ് ഓഫ് ഗ്രാൻഡ്മ. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരൊക്കെ അറിയാലോ, 63 പ്രോ ഗെയിമർ എന്നാണ്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ കൂടെയുള്ള മച്ചാന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് നമുക്ക് പറഞ്ഞിരുന്നതാണ് ഏജിക്സ് അപ്പു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യലും. നീല ഗ്രേ കളർ പട്ട നീല കളറാക്കുക. നമുക്ക് നേരെ ഗെയിമിലേക്ക് പോകും. നമ്മളൊന്ന് കളിക്കുന്ന ഗെയിമാണ് കേഴ്സ് ഓഫ് ഗ്രാൻഡ്മ. അപ്പൊ ഗൈസ് നമുക്ക് പറഞ്ഞു തെറ്റിപ്പോയതാണ് കേഴ്സ് ഓഫ് ഗ്രാൻഡ്മ എന്നാണ് പേര്. അപ്പൊ നമ്മളത് ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. പ്ലേ ഗെയിം ഇതൊക്കെ. അപ്പൊ നമ്മൾ സിംഗിൾ പ്ലെയർന്ന് അടിച്ചെടുത്ത് നമുക്ക് സിംഗിളുമായിട്ട് മതി. നമ്മുടെ ഡ്രസ് ടർബോ നമ്മളെ കൂട്ടത്തിൽ കളിച്ചു നമ്മളും കൂടി അവന്മാരെ കൊല്ലണം എന്തിനാണ്. നമുക്ക് ഡൗൺലോഡായി വന്നു കഴിഞ്ഞപ്പോ നമ്മള് ഒരു റൂമിൽ പൂട്ടിയിട്ടേക്കാണ് കേട്ടോ. കെട്ടിട്ടേക്കാണ് നമ്മളുണ്ട് ചെയ്യേണ്ട ഗൈസ്. പക്ഷെ ആദ്യം പറയാതെ പല്ലുവേന കേട്ടോ. ഇവിടെ നിൽക്കണം തോന്നുന്നു. നമ്മൾ സജിൽ ബ്രോ പറയല്ല നിൽക്കുമ്പോ പൊട്ടും. പൊട്ടി. ഞങ്ങൾ ഈ ഗെയിം ആദ്യമായിട്ടാ കളിക്കണം. തുറക്കണം. നിഴലുകൾ അവിടെ ആരും ഇല്ലല്ലോ. പെയിന്റ് അടിച്ചത് നമ്മൾ കണ്ടില്ലേ അവിടെ ചോണം എന്റെ തല വെട്ടിയെ. ഞാൻ എന്റെ പാട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടില്ല ഈ പാട്ടൊന്നും. എന്തോ അടുക്കാൻ വേണ്ടിയ ഗൈസ്. ഇവിടെ നമ്മളിപ്പോ പുറത്തേക്ക് വേണം. ഇവിടെ നല്ല ഗൈസ്. നമുക്ക് ഏത് വഴി പോകും അറിയില്ല. നമുക്ക് നേരെ വഴി വെക്കോ. അപ്പൊ ഗൈസ് അപ്പൊ നമുക്ക് മുമ്പ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ പോണം. എന്നെ ഗ്രാഫിക്സ് ഇപ്പടെ ഗെയിമാ നോക്കി ഇതിന് ചവിട്ടിടുന്നു തോന്നുന്നു. ആ ചില്ലാണ്. ആ ചില്ല് കലുമൂട്ടി കയറും. ഓ മാനെ, ആ ഗ്രാനില് ട്രാപ്പ് പോലില്ലേ അതുപോലെ ഇട്ടേക്കുന്ന. ഞങ്ങള് ചവിട്ടില്ല. ഞാൻ ഈ ഗെയിം നമ്മള് കളിച്ചു നോക്കി. നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു പേടിയുണ്ട്. കാലടിയുടെ ഒച്ച വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആ കാലടിയല്ല, ഇത് കാലിൽ നേരെ തൂക്കുമ്പോൾ ഉള്ള രസ. അപ്പൊ നമുക്കൊരു പെട്ടി കിട്ടിയിട്ടുണ്ട്. ഈ റൂം തുറക്കല്ലേ? ദൈവമേ കടകൾ വെച്ച ഹെഡ്ഫോണിൽ വെച്ച് കളിക്കുമ്പോ ദൈവമേ ഞാൻ ശരിക്കും വെട്ടി അരച്ചുട്ടോ. പിന്നെ ഇപ്പൊ അവൻ താഴെ ചാൻസുണ്ട്. എവിടെ എന്തൊരു തോന്നിയതാ. ഓടിക്കോ പെണ്ണും അവളിപ്പോ വരും. നമുക്ക് നേരെ പോയാലോ ഗൈസ്? നേരെ പോവാം. ഇവിടെ നമ്മള് പെട്ടിട്ടോ. അത് നമുക്കൊരു പെട്ടി കിട്ടിയിട്ടുണ്ട്. ഇതെന്താ തോക്കിന്റെ പാട്ടാണോ? തോക്കിന്റെ പാട് കിട്ടിയിട്ടുണ്ട്. പാർട്സ് കിട്ടിയിട്ടുണ്ട്. ഷോർട്ട് ഗൺ പാർട്ട്. നിന്നോട് വിളിക്കാനുള്ളതാണ്. വേറെന്ത് കള്ളം കൂടെ. നമുക്ക് നല്ല പേടിയാണ്ടേ. നല്ല പേടിയുണ്ട്. ചാവുന്നുള്ള പേടിയാണ്. ഇതൊക്കെ ഏതാ വഴി? ഞാൻ കളിച്ചപ്പോ ഈ വഴിയൊന്നും ഞാൻ കണ്ടു. ഇവിടെ പേടിക്കും. അവളൊന്നുണ്ടെന്ന് പറയണ്ടേ. എന്താ ഇങ്ങനെ എന്താ നമ്മുടെ ഇപ്പൊ ഈ വഴി കൂടെ വന്നിട്ട് നോക്കി അടി കൂടെ കുഞ്ഞു പോകും. കുഞ്ഞതേ ഇവിടെ കുഞ്ഞ് ഇപ്പൊ എങ്ങോട്ട് പോണേ പറയണ്ടേ? എനിക്കറിയില്ല. ഓ ഗായ്സ്, നമ്മളിപ്പോ ഒരു ജയിലായി. നമ്മൾ ജയിലിൽ പെട്ടാ. അവിടേക്ക് തുറക്കല്ലേ? എവിടേക്ക് തുറക്കല്ലേ? കണ്ടൂരേ വെള്ളപ്പാടുള്ള കുഞ്ഞെടുക്കേണ്ടി വരുന്നു. അതെ, ഇത് എടുക്കാൻ പറ്റണില്ല.
ഇത് തുറക്കടി, ഞങ്ങൾ പുറത്തുനിന്ന് കീയും യൂസ് ചെയ്യണമെന്നുണ്ട്, അല്ലാണ്ട് ഒരു വഴിയില്ല. പോകണം എന്ത് ചെയ്യും ശ്രദ്ധിക്കുമ്പോ, അല്ലാണ്ട് നേരെ ഇല്ല സ്ഥലമില്ലേ, കഴിഞ്ഞ വഴിയൊക്കെ തുടർന്ന് ഞങ്ങൾ ഈ വഴിക്ക് വന്നല്ലേ ചേട്ടാ ആരും കളിച്ചപ്പോ. ഈ വഴി ഞാൻ എന്താ തടിക്കണേ, ഈ വഴിക്ക് വരാനുള്ള ധൈര്യം പോലും കിട്ടുന്നില്ല. എടാ അവർ നമ്മൾക്ക് അടുത്തേക്ക് വരാണെന്ന് പുറകിലേക്കോ, ഇതാണ് ആ മറ്റേ സോംബി ആണെന്നാണ്. പക്ഷേ ഏതെന്ന് നോക്കറിയില്ല. ഓടിച്ചോടാ, നീ നോക്കിക്കണ്ടോ ഓടാ. എനിക്ക് ശരിക്കും വീഡിയോ ഉണ്ട്. നിങ്ങൾ കേൾക്കണ പോലെയല്ല, ഹെഡ്സെറ്റിൽ നല്ല ഇതുണ്ട്. ഹെഡ്സെറ്റുള്ളത് തോന്നാ കേൾക്കാം അല്ലെങ്കിൽ പ്രേതോട് പിടിക്കും. ദൈവമേ നമ്മളെ പിടിച്ചു നോക്കാൻ രക്ഷപ്പെട്ടെ മോന് വന്നാ. തുറക്കല്ലേ, പാണി വിടും. അയ്യോ നല്ല പേടിയുണ്ട്. അവിടെ തുറന്ന് പിടിക്കുകയാണെങ്കിൽ വേറെ പേടി. തുറക്കല്ലേ, ഇപ്പൊ തുറക്കാ. ഇപ്പൊ തുറന്നു ഇരുന്നോണു, നല്ല സൗണ്ട് ഉണ്ടെന്ന് തോന്നു. ചെന്താണ്ടൊക്കെ അവള് പറയണ്. കണ്ണോട്ടിയാ തോന്നുന്നു കണ്ടിട്ട്. നേരത്തെ നമ്മളെ കൊന്നാളും ഇയാളും വ്യത്യാസം ഉണ്ട് കേട്ടോ. മറ്റേത് ഗ്രാൻഡ്മ തോന്നുന്നു, അതിന്റെ ഒരു വാളുണ്ടായിരുന്നു. പക്ഷെ ഇത് ഗ്രാൻഡ്മ കടിച്ചിട്ട് സോംബി ചെയ്താന്ന് തോന്നുന്നു. ഗ്രാൻഡ്മിന് വെട്ടുകൊന്നാണ് ആർക്കറിയാം. നമുക്ക് അത് നല്ല സൗണ്ട് ഉണ്ടോ എന്ന് തുറക്കുമ്പോ. തോന്നിക്ക്. അയ്യോ ദൈവമേ, അതുണ്ടാവല്ലേ. രക്ഷപ്പെട്ടു, നീ നേരെ വിട്ടോ. നമുക്ക് നേരെ പോകാം. നമ്മൾ നേരത്തെ വന്ന സ്ഥലത്ത് പിന്നെ വന്നു. അയ്യോ അവിടെ ആരെങ്കിലും ഉണ്ടോ? ദൈവമേ, ഈ പെണ്ണോള് സെക്കൻഡ് ഫ്ലോറിലാണുള്ളത്. വളരെ കേറിപ്പോ. പെടില്ല. ഇവിടെ വെച്ചാണ് നമ്മള് നേരത്തെ ചത്ത. ഇവിടെ ഇല്ല, ഇവിടെ വെച്ചാണ് നമ്മള്. അവിടെ തള്ളക്ക് എന്തിന്റെ കേട്ടറാ, പുള്ളിക്കാരിയുടെ കാവലൊക്കെയാണ്. എന്റെ മോനെ ജസ്റ്റിസ് ഗായ്സ്, എന്റെ മോനെ ഏതോ അമ്മാതിരി വൈബ്. തുറക്കണോ നോക്കണത് കേറിക്കോ. ഓടോട് അവള് വണ്ടാ. എടാ കേരള, എന്റെ ദൈവമേ അവള് വണ്ട്. ബാത്റൂമല്ലേ, വാലെടുത്തിട്ട് ഞാൻ പെണ്ണുമ്പിള്ള അന്നേ നമ്മള് ചെക്കൗട്ട് ആക്കും. ഇവിടെ എന്താ തുറക്കണ്ട. ഇതാരുടെ തലക്കറിയാവുള്ളതാണ്. എടുത്തോട്ടെ, ബ്രിക്കാണ് തലക്കറിയാൻ. കല്ല് അവളുടെ തലക്കറിയാൻ പറ്റുന്നു. കല്ലെടുത്തോ കല്ലെടുത്ത് കയ്യിൽ വെച്ചോ മോനെ. അറിഞ്ഞോ എടാ, കാല് വെട്ടിട്ട് സ്ഥലം വെട്ടി ഉപ്പട. ഗൈസ് നമുക്ക് കളിക്കാൻ പറ്റില്ല. അത് ദൈവമേ, ഞാൻ പ്രതീക്ഷിക്കുന്നല്ലേ. അങ്ങനെ പ്രതീക്ഷിക്കണ്ട. വരും ആ സോംബി വന്നാ പിന്നെ ഇയാളുടെ കൈയുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചാ? എന്തൊക്കെ പറയണ്ട്, എനിക്കൊന്നും കേൾക്കണമല്ല. ഒരു കൈ ഉണ്ടാ, ഒരു എനിക്കാണോ കൈ വിടണോ? ഒരു കൈ എന്തിരില്ല, മന്ദം കൈ. എന്താ ഇതിപ്പോ ചോട്ടെന്താ പരിപാടി? നമുക്ക് നമുക്ക് മേളിലേക്ക് പോകാം. എനിക്കിപ്പോഴും പേടിയാണ്. നമുക്ക് ഇവിടെ നിന്ന് മേളിലേക്ക് പോകാം. എനിക്കും ഒടുക്കത്തെ പേടി. എനിക്ക് അവളെ പേടിയില്ല, പക്ഷെ ഈ ഇരുട്ടായോണ്ട് അവള് കുപ്പിച്ചിലിട്ടോടെ. ഇപ്പോൾ എവിടെ നിന്നാണ് ഈ കുപ്പിച്ചിലെടുത്ത് പറഞ്ഞേ? അവിടെ പുറകിലാന്നാണ് കോടടിക്കണ വഴി പോൺ. ഇവിടെ പോട്ടെ. ദൈവമേ ഒളിച്ചോ. ബ്രിക്ക്
ബ്രിക്കല്ല ഇതിന്റെ ബുക്ക് അല്ല ബ്രിക്കല്ല നിന്റെ കൊറേ ഉണ്ട് ഇത് ഒരെണ്ണൊക്കെ അറിഞ്ഞിട്ട് എനിക്ക് തീർക്കാൻ പാടുള്ളൂ ബ്രിക്ക് ആവശ്യമുണ്ടോ ബ്രിക്ക് കളഞ്ഞേ അവിടെ ഞാൻ കളഞ്ഞേക്കാം ഇത് ഭയങ്കര കേട്ടോ കീർച്ചല്ല തലക്കെട്ടി ഈ കളിനെ കുറിച്ച് നമ്മൾ കൊറേ പഠിക്കണം എനിക്ക് തോന്നുന്നു ആ ബ്രിക്കിന്റെ ഒച്ച എടുത്താന്ന് തോന്നുന്നു ഈ കളിനെ കുറിച്ച് നമ്മൾ ഫോർ യു ഞാൻ നിന്റെ അടുത്തേക്ക് വരാണെന്ന് എന്ത് കഷ്ടടാ അത് അത്ര കേൾക്കുന്നുള്ളൂ സോംബി 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 എന്റെ ദൈവം മനസ്സിലാവണ എന്തിട്ടൊക്കെ ഇവിടെ നടക്കട്ടെ ഗൈസ് ഓ മോനെ ഗൈസ് നമ്മുടെ ഈ ഗെയിമിൽ നമ്മൾ തോറ്റു പോയിരിക്കുകയാണ് അപ്പൊ നമ്മളിനി എന്ത് ചെയ്യും ഒന്നുകൂടെ കളിക്കണ ഒന്നുകൂടെ കളിച്ചു നോക്കാം ഈ നമുക്ക് പാർട്ട് 2 ഇറക്കേണ്ടി വരും അപ്പൊ ഈ ഫുൾ വീഡിയോയിൽ തീർക്കാൻ പറ്റും തോന്നല്ല പാർട്ട് 2 ഇറക്കാം അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക പിന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ സീ യു